السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചു മനസ്സിലാക്കുകയും അതിനോട് കൂറുപുലർത്തി തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും എല്ലാ ഓരോരുത്തരോടും ആമുഖമായി ഉപദേശിക്കുന്നു. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിലുള്ളത് ഹലാലായ നിലയിലും മികച്ചതും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാണവായു കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും നമുക്ക് അനിവാര്യമാണ്. ഭക്ഷണമില്ലാതെ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയും നിർബന്ധമായ സംഗതി ആയതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഭക്ഷണം സ്വന്തമാക്കുക എന്നതല്ല, ഹലാലായ രീതിയിൽ അത് സ്വന്തമാക്കുക എന്നത് നിർബന്ധമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു വരുമാന മാർഗം വ്യാപാരമാണ്, കച്ചവടമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിൽ അവരെ ആക്ഷേപിച്ചതായിട്ട് കാണാൻ സാധിക്കും. റിഫാഅത്ത് ബിൻ റാഫിഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന തുജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, വ്യാപാരികൾ അന്തിമനാളിൽ അധർമ്മികളായിട്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. താജിറുമാരൊക്കെ ഫാജിറുമാരാണ്, കച്ചവടക്കാരൊക്കെ തെമ്മാടികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെ കുറിച്ചുമല്ല. ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദഖ, കച്ചവടക്കാർ മാന്യന്മാരാകണമെങ്കിൽ 3 ഗുണങ്ങൾ അവർക്ക് വേണം. ഒന്ന് തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒഴികെ. വബറ, നന്മ ചെയ്യുന്നവർ, അതായത് ദോഷം ചെയ്യാൻ പാടില്ല. വസദഖ, സത്യം പറയുന്നവർ, കച്ചവടത്തിന് വേണ്ടി കള്ളം പറയാൻ പാടില്ല. അപ്പം സത്യം പറയുന്ന, നല്ലത് ചെയ്യുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കച്ചവടക്കാർ മാന്യന്മാരാണ്. അതേ സമയത്ത് തഖ്വയില്ലാത്ത, പുണ്യം നിലനിർത്താത്ത, കള്ളം പറയുന്ന കച്ചവടക്കാർ അവർ തെമ്മാടികളാണ്. ആ നിലക്കാണ്, ഫാജിറുകളുടെ കൂട്ടത്തിലാണ് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിച്ചത് കാണാം. കച്ചവടം ആത്യന്തികമായി ഇസ്ലാം ഹലാലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജുമുഅ സമയത്ത് കച്ചവടം ആ സമയത്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ടെങ്കിലും ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് വ്യാപരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച അവൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് തേടുകയും ചെയ്യാം, അതായത് കച്ചവടം ചെയ്യാം. അതിന് മുമ്പ് വദറുൽ ബൈ എന്നാണ് പറഞ്ഞത്. ജുമുഅക്ക് വിളിച്ചാൽ കച്ചവടം ഒഴിവാക്കണമെന്ന് പറയുന്നത് തുടർച്ചയായിട്ടാണ് ഈ വിഷയം പഠിപ്പിച്ചത്. ഏത് വിധേനയും പണമുണ്ടാക്കുക. ഇപ്പോൾ ഉദാഹരണം പലിശ, കുറച്ച് പൈസ ഉണ്ട്, അതാർക്കെങ്കിലും പലിശക്ക് കടം കൊടുത്തു, എന്നിട്ട് അതിൽ മാസം തോറും പലിശ വാങ്ങിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്.
അങ്ങനെ വരുമാനമുണ്ടായി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത് ഹറാമാണ്. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ 275-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു പലിശ ഹറാമാക്കിയിട്ടുണ്ട്, കച്ചവടം അനുവദിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹു അനുവദിച്ചതാണ് കച്ചവടം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അന്യായമായി ഭക്ഷണം കഴിക്കരുത്. ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും. നിങ്ങളിൽ നിന്ന് പരസ്പരം തൃപ്തിയുള്ള കച്ചവടം മുഖേനയല്ലാതെ. ഇപ്പൊ കച്ചവടം മുഖേന ഭക്ഷണം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചത് സൂറത്തു നിസായിലെ 29-ാമത്തെ ആയത്തിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ത്വലബുൽ ഹലാലി വാജിബുൻ അലാ കുല്ലി മുസ്ലിം. ഹലാൽ സമ്പാദിക്കുക എന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും വാജിബാണ്. ഹറാം നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അത്താജിറു സ്വദൂഖുൽ അമീൻ. സത്യസന്ധനായ, സത്യം മാത്രം പറയുന്ന, വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. അവർ പരലോകത്തെ നബിമാരുടെയും സുദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും ഒപ്പമായിരിക്കും. ഇപ്പൊ വ്യാപാരികൾക്ക് അള്ളാഹു പരലോകത്ത് വലിയ പദവി വെച്ചിട്ടുണ്ട്. വ്യാപാരികൾക്ക് അമ്പിയാക്കളുടെ കൂടെയാണ് സ്വർഗത്തിൽ സ്ഥാനമുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരോടൊപ്പമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സുദ്ദീഖുകളുടെ കൂടെയാണ് നാളെ വ്യാപാരികൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. എങ്ങനെയുള്ള വ്യാപാരി? അത്താജിർ അസ്സദൂഖ് അൽ അമീൻ. പൂർണ്ണമായും സത്യവാനായ, വിശ്വസ്തനായ, കച്ചവടത്തിൽ വ്യാപാരത്തിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യാപാരി, അവൻ അമ്പിയാക്കളോടൊപ്പമാണ് എന്ന് തുർമുദിയിൽ തന്നെ നമുക്ക് കാണാം. വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്ന ഭർത്താക്കന്മാരോട് സ്വഹാബ വനിതകൾ പറയുന്ന വാചകങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവർ പറയും, ഇത്തഖില്ലാഹ ഫീന വലാ തുത്ഇംനാ ഇല്ലാ മിൻ ഹലാൽ. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഹലാലല്ലാതെ ഞങ്ങളെ നീ ഭക്ഷിപ്പിക്കരുത്. ഇന്ന് ഹലാല് മാത്രം കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരോടാണ് പരാതി. എൻ്റെ ബാക്കി എല്ലാവരും വേറെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം എന്താ പറ്റാത്തത് എന്നുള്ള ചോദ്യമാണ് സാധാരണ ഇന്ന് വീട്ടുകാരിൽ നിന്ന് വരുന്നത്. എന്നാൽ സ്വഹാബ വനിതകൾ ഹലാലല്ലാതെ ഞങ്ങൾക്ക് തരരുത്. കാരണം എന്താ? വഇയ്യാക അൻ തുദ്ഖില അലൈനൽ ഹറാം. ഞങ്ങളുടെ ഉള്ളിലേക്ക് ഹറാമിനെ പ്രവേശിപ്പിക്കുന്നത് നീ സൂക്ഷിക്കണം. ഫഇന്നനാ നസ്ബിറു അലാ നാരിൽ ജൂഅ് വലാ നസ്ബിറു അലാ നാരി ജഹന്നം. വിശപ്പിന്റെ തീ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ നരകത്തിന്റെ തീ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, പട്ടിണി സഹിക്കാം, നരകം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹറാമ് തിന്ന് നരകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതെന്നാണ് ഭാര്യമാരൊക്കെ ആ കാലഘട്ടത്തിൽ ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്നത്. സ്രഷ്ടാവിനെ സമ്പൂർണ്ണമായി അനുസരിക്കുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പകർത്തുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുക എന്നത് എല്ലാ മേഖലയിലും സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടത്തിന്റെ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ അള്ളാഹ് അനുവദിച്ചത് മാത്രമേ ചെയ്യുള്ളൂ, ഹറാമാക്കിയത് ഒഴിവാക്കും. എല്ലാ കച്ചവടക്കാരും ആ ഹറാമ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഞാനും ചെയ്യുക എന്ന രീതിയല്ല വേണ്ടത്. എനിക്കത് പറ്റില്ല, ഞാൻ മുഅ്മിനാണ്, മുവഹിദാണ്, സലഫിയാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും കച്ചവടത്തിൽ കരിഞ്ചന്ത നടത്താനോ പൂഴ്ത്തിവെപ്പ് നടത്താനോ പഴയതെടുത്തിട്ട് പുതിയതാണെന്ന് പറയാനോ കള്ളസത്യം ചെയ്യാനോ ഒന്നും എനിക്ക് പാടുള്ളതല്ല. അങ്ങനെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ കച്ചവട രംഗത്ത് കാത്തു സൂക്ഷിച്ചാൽ എൻ്റെ കച്ചവടം താഴ്ന്നു പോകല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ആരുടെ കച്ചവടമാണ് പൊങ്ങേണ്ടത് താഴേണ്ടത് അള്ളാഹുവാണ് തീരുമാനിക്കുക. കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചതുകൊണ്ട് ഒരാൾക്ക് വലിയ ലാഭമുണ്ടാക്കാനോ സത്യസന്ധമായി മാത്രം കച്ചവടം ചെയ്തതുകൊണ്ട് വലിയ നഷ്ടത്തിലേക്ക് വീഴാനോ ഒന്നും കാരണമില്ല. അള്ളാഹുവിൻ്റെ തീരുമാനവും വിധിയുമാണ് നമ്മുടെ ലാഭവും നഷ്ടവും, അല്ല നമ്മൾ കാണിക്കുന്ന കൃത്രിമങ്ങളല്ല അതിൻ്റെ ആധാരം. ഇതിൻ്റെ പേരാണ് തഖ്വ, അതായത് ഹറാമ് വരാതെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് തഖ്വയില്ലാതെ, സത്യം പറയാതെ, ഉപഭോക്താക്കളെ വഞ്ചിച്ചുകൊണ്ട് കൃത്രിമങ്ങൾ കാണിച്ച് കള്ളസത്യം ചെയ്ത് കരിഞ്ചന്തയും പുഴുത്തുവെപ്പ് നടത്തി കച്ചവടം നടത്തുന്ന താജിറുമാരെ കുറിച്ച് ഫുജ്ജാർ, അധർമ്മികൾ എന്ന് വിശേഷിപ്പിച്ചത്. അതല്ലാത്ത വ്യാപാരികളെ അമ്പിയാക്കളോടൊപ്പമുള്ളവർ എന്ന് വിശേഷിപ്പിച്ചതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇല്ലാ മനിത്തഖല്ല, അവരുടെ സിഫത്താണ്. അള്ളാഹനെ സൂക്ഷിക്കും. തിർമുദിയുടെ ശറഹായിട്ടുള്ള തുഹ്ഫത്തുൽ അഹ്വദിയിൽ കാണാം, ബി അല്ലം യർതക കബീറത്തൻ വലാ സഗീറത്തൻ. അള്ളാഹനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വൻകുറ്റമോ ചെറിയ കുറ്റമോ അവർ ചെയ്യില്ല. മിൻ ഗിശ്ൻ വഖിയാന, ഉപഭോക്താക്കളെ അവർ ചതിക്കുകയില്ല, ചതിയും വഞ്ചനയുമില്ല കച്ചവടത്തിൽ. മറിച്ച് അഹ്സന ഇലന്നാസി ഫീ തിജാറത്തി, കച്ചവട സമയത്ത് ആളുകളോട് നന്നായിട്ട് പെരുമാറും.
അള്ളാഹുവിനുള്ള പുണ്യമായിട്ടാണ് അവൻ കച്ചവടത്തെയും കാണുന്നത്. വസദഖ എന്ന് പറഞ്ഞാൽ അവൻ സത്യം പറയും. ഒരു വസ്തുവിനെ പറ്റി അവൻ സത്യം ചെയ്താൽ അത് സത്യമായിരിക്കും. കളവായ ഒരു കള്ളസത്യം അത് അവനിൽ നിന്നുണ്ടാവുകയില്ല എന്നുള്ളതാണ് യോഗ്യരായ വ്യാപാരികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഹൗലത്തുൽ അൻസ്വാരിയ, ഹൗല ബീവിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ഇന്ന റിജാലൻ യതഖവ്വദൂന ഫീ മാലില്ലാഹി ബിഗൈരി ഹഖ്ഖിൻ ഫലഹുമുൻ നാറു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ധനത്തിൽ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യുന്നവർ, യതഖവ്വദൂന തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുന്നവർ, അവർക്ക് പരലോകത്ത് ഖിയാമത്ത് നാളിൽ നരകാഗ്നിയാണുള്ളത്. സ്വത്ത് എങ്ങനെയെങ്കിലും ചെലവാക്കാനോ എങ്ങനെയെങ്കിലും സമ്പാദിക്കാനോ പറ്റില്ല. എവിടെ ചെലവഴിക്കണം, എങ്ങനെ സമ്പാദിക്കണം, ഇതിന് കൃത്യമായ മാർഗദർശനങ്ങളുണ്ട്. നമുക്കതറിയാം. പക്ഷേ അങ്ങനെ പാലിക്കുന്നവരാരും നമ്മുടെ നാട്ടിലില്ലല്ലോ എന്നുള്ളൊരു ന്യായം വെച്ചാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഹറാമിന്റെ വഴിയിലേക്ക് കടന്നു പോകാറുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. റാഫി ഇബ്നു ഖദീജ് അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, നബിയോടൊരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നതും പുണ്യപൂർണമായ കച്ചവടവും. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം. ഒന്ന് പുണ്യമുള്ള കച്ചവടം, ഹറാമില്ല, കരിഞ്ചന്തയില്ല, ചതിയില്ല, സത്യസന്ധമായ കച്ചവടം, അതാണ് ഒന്ന്. രണ്ടാമത്തേത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്ത്. ഈ രണ്ട് കാര്യങ്ങൾ, ഇതാണ് ഏറ്റവും മികച്ച സമ്പാദ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. പുണ്യപൂർണമായ കച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ കളവ് പറയാൻ പാടില്ല, ചതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അതിന് വിശദീകരണം നൽകപ്പെട്ടിരിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ ബൈഅ ഫീ സൂഖിനാ ഇല്ലാ മൻ ഖദ് തഫഖഹ ഫീ ദീനിനാ, നമ്മുടെ ദീനിനെ കുറിച്ച് നന്നായി പഠിക്കാത്ത ഒരാൾ മദീനയിലെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യരുത്. ദീൻ അറിയുന്ന ആളുകൾ കച്ചവടം ചെയ്താൽ മതി, അപ്പോഴേ ഹലാലായ കച്ചവടം നടക്കുകയുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെടുവിച്ച ഓർഡിനൻസാണ്. മതബോധമുള്ള ആളുകൾ, ദീൻ അറിയുന്ന ആളുകളാണ് നമ്മുടെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യേണ്ടത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ നിയമങ്ങൾ നൽകുകയും ശക്തമായ താക്കീതുകൾ ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഖുർആനിൽ പല അമ്പിയാക്കളുടെ സമുദായത്തിനും നൽകപ്പെട്ട ശിക്ഷകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഷുഐബ് അലൈഹി സ്വലാമിന്റെ ജനത, അവർ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചവരാണ് എന്ന് നമ്മൾ പഠിച്ചു. ഷുഐബ് അലൈഹി സ്വലാമിന്റെ ജനത മരക്കാവുകളെ പൂജിക്കുന്നവരും സത്യപൂജ നടത്തുന്ന മുശ്രിക്കുകളും, അതോടൊപ്പം കച്ചവടത്തിൽ എല്ലാവരും കള്ളന്മാരാണ്, കള്ളത്തരം കാണിക്കുന്ന ഫാജിറുകളായ കച്ചവടക്കാരാണ് ആ നാട്ടിൽ. അവർക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് അദാബു യൗമിൽ, അദാബു യൗമിൽ, തണൽ ദിവസത്തിന്റെ ശിക്ഷ. അതായത് ഉഷ്ണം വർദ്ധിപ്പിച്ചു, അന്തരീക്ഷത്തിൽ മുഴുവൻ കനത്ത ചൂട്, വീട്ടിനകത്തിരിക്കാൻ പറ്റുന്നില്ല, പുറത്തും അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ചൂടുകൊണ്ട്, ആവി കൊണ്ട് അവരിങ്ങനെ വിയർത്തൊലിച്ച് ഉഷ്ണിച്ച് വേദനിച്ച് വേവലാതിപ്പെട്ട് വെന്ത് അവർ വീട്ടിൽ നിന്ന് ആണും പെണ്ണും കുട്ടികളും ഒക്കെ പുറത്തിറങ്ങി. അപ്പോഴാണ് മൈതാനത്ത് ഒരു വലിയ മൈതാനത്ത് തണൽ കണ്ടു. ആ തണല് മഴമേഘമാണെന്നവർ കരുതി, മഴ പെയ്യുമെന്നവർ വിചാരിച്ചു. ഷുഐബ് അലൈഹിസ്സലാം സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളെയും സത്യസന്ധരായ കച്ചവടക്കാരെയും ഉപദേശിച്ചു, നിങ്ങൾ ആ തണലിലേക്ക് പോകരുത്. എല്ലാവരും പോയി. സത്യവിശ്വാസികൾ മാത്രം അവിടെ മാറി നിന്നു, ചൂട് സഹിച്ചിട്ട്. അവർക്ക് അല്ലാഹു പിന്നീട് ചൂട് കുറച്ചു കൊടുത്തു. പക്ഷേ തണലേക്ക് പോയ ആളുകളുടെ തലയിലേക്ക് ആ മേഘക്കഷ്ണങ്ങൾ മുഴുവൻ വീണത്, വീഴുമ്പോൾ തീക്കട്ടകളാണ്. ഇതാണ് അദാബ് യൗമിൽ. അത്യുഷ്ണവും ഇപ്രകാരമുള്ള ശിക്ഷയും ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം കഴിക്കാനേ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുന്ന വസ്തുക്കളും ഹലാലായിരിക്കണം. ആ വിൽപ്പന നടക്കുന്ന രീതി ഹലാലായ രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമതായി കച്ചവടത്തിൽ നാം സ്വീകരിക്കേണ്ട അദബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപഭോക്താക്കളുമായി ഇണക്കമുണ്ടാകണം. നമുക്കിഷ്ടമുള്ളത് അവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി നമ്മൾ പഠിച്ചിട്ടുണ്ട്. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാതെ ഒരാൾ മുഅ്മിനാവുകയില്ല. വ്യാപാര രംഗത്ത് പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പരസ്പരമുണ്ടായിരിക്കേണ്ട ഇണക്കവും ഊഷ്മളതയും. രണ്ടാമതായി കച്ചവടത്തിലുണ്ടാകുന്ന ഒരു വിശാല സമീപനം. കച്ചവടക്കാരെ കുറച്ചൊക്കെ തൂക്കത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക.
ഉപഭോക്താക്കൾ അധികം ഒരു പരിധി വിട്ട് വിലപേശാതിരിക്കുക. ആവശ്യത്തിന് മാത്രം വിലപേശൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷേ കച്ചവടക്കാരനെ മുഷിപ്പിക്കുന്ന തരത്തിലേക്ക് പോകാത്ത വിധം ഒരു ന്യായമായ തരത്തിലല്ലാത്ത വിലപേശലുകൾ ഉപഭോക്താവിൽ നിന്നില്ല. രണ്ടാളും എന്തായിരിക്കണം? വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും പരസ്പരം വിശ്വാസം വെച്ച് പുലർത്തുന്ന, വിശാലത വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യന് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, അല്ലാഹു കാരുണ്യം നൽകട്ടെ, സംഹൻ, വിശാലത കാണിക്കുന്ന ഒരു മനുഷ്യൻ, ഇദാ ബാഅ, കച്ചവടം ചെയ്യുമ്പോൾ, വ്യാപാര സമയത്ത് വിശാലത കാണിക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വഇദസ്തറ, വാങ്ങുമ്പോൾ, വഇദഖതല, തീരുമാനങ്ങൾ പറയുമ്പോൾ, വസ്തുക്കൾ വിൽക്കുമ്പോഴും വസ്തുക്കൾ വാങ്ങുന്നയാളും അതേപോലെ തന്നെ ആർക്കെങ്കിലും ഇടയിലുള്ള തർക്കങ്ങളിലും പ്രശ്നങ്ങളിലും പരിഹാരം പറയുന്ന ആളും വിശാലത കാണിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കാരുണ്യമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദസ്തറ സംഹൻ ഇദഖതല സംഹൻ ഇദാ ഖള. ഇത്രയും വിഷയം. വിധി ചോദിക്കുമ്പോഴും വിധി കൊടുക്കുമ്പോഴും വസ്തു വിൽക്കുമ്പോഴും വസ്തുക്കൾ വാങ്ങുമ്പോഴും ഓരോരുത്തരും വിശാല മനസ്സോടുകൂടി. നമ്മൾ പലപ്പോഴും കച്ചവട സ്ഥാപനത്തിലെത്തിയാൽ പരസ്പരം കുടുസായ മനസ്സുകൾ, ഇതല്ല നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് വ്യാപാര നിയമങ്ങളിൽ രണ്ടാമതായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദർഭത്തിലും പൊതുവെ നമ്മുടെ സ്വഭാവം ഏറ്റവും മികച്ചതായിരിക്കണം. എന്നാൽ വ്യാപാര സമയത്താണ് പലപ്പോഴും അടുത്ത ബന്ധമുള്ളവർ, സുഹൃത്തുക്കൾ പോലും സങ്കുചിതമായ മനസ്സിലേക്കും പരസ്പരം വെറുക്കുന്നിടത്തേക്കും ശാപവാക്കുകൾ പറയുന്നിടത്തേക്കുമൊക്കെ എത്തുക. അപ്രകാരം ഒരിക്കലും വരാൻ പാടില്ല എന്നത് ചിന്തിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല ലാഭമുള്ള കച്ചവടം നടത്തുന്ന ഒരു ഉയർന്ന വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അദ്ദേഹത്തിന്റെ അടിമകളും അദ്ദേഹവുമായി ഇടപഴകിയ ആളുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, കാന സമഹൻ ഫീ ബൈഇഹി വശറായിഹി, അദ്ദേഹം കച്ചവടത്തിൽ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും വിശാലത കാണിക്കുന്ന ഒരാളാണ്. സഹലൻ ഫീ തആമുലിഹി മഅന്നാസ്, അദ്ദേഹത്തെ പറ്റി എഴുതപ്പെട്ടത്, അദ്ദേഹത്തിന്റെ അടുത്തറിയുന്ന ആളുകൾ രേഖപ്പെടുത്തിയതാണ്, ജനങ്ങളോട് പെരുമാറുന്ന കാര്യത്തിൽ വളരെ മൃദു സ്വഭാവിയാണ്, ഒരിക്കലും പരുക്കൻ സ്വഭാവമില്ല. നമ്മുടെ നാട്ടിൽ മാർക്കറ്റുകൾക്ക് തന്നെ വേറൊരു ഭാഷയാണ്, മാർക്കറ്റിലുള്ളവർക്ക് മറ്റൊരു സ്വഭാവമാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വേറെ ഒരു രൂപത്തിലാണ് കാണുന്നത്, ഏതോ ഒരു അടിത്താവളങ്ങളിലേക്ക് പോയതുപോലെ. സാധാരണ മനുഷ്യന്മാരല്ല. അവിടെ എത്തുമ്പോൾ അവർക്ക് ശക്തമായിട്ട് പറയാം, അവർക്ക് ചീത്ത വിളിക്കാം. ശരിയാണ്, മാർക്കറ്റിനൊരു പ്രശ്നമുണ്ട്. ശൈത്താൻ മുട്ടയിട്ടതും വിരിയിച്ചതും മാർക്കറ്റിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാല ശൈത്താനു ഫീ ഫിസ്സൂഖി വഫറഹ, ശൈത്താൻ മാർക്കറ്റിൽ മുട്ടയിടുകയും അവിടെ കുഞ്ഞിനെ വിരിയിക്കുകയും ചെയ്തു എന്ന് ആലങ്കാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ആ ഹദീസിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, സത്യവിശ്വാസികളെ താക്കീത് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ലാ തകുൻ അവ്വല മൻ യദ്ഖുലു സൂഖ, നിങ്ങൾ മാർക്കറ്റിലേക്ക് ആദ്യമേ കടന്നു ചെല്ലുന്നവൻ ആകരുത്. വല ആഖിറ മൻ യഖ്റുജു മിൻഹാ, മാർക്കറ്റിൽ നിന്ന് അവസാനം ഇറങ്ങുന്നവരും നിങ്ങളാകരുത്. ഫീഹാ ബാല ശൈത്താനു വഫറഹ, അവിടെയാണ് ശൈത്താൻ മുട്ടയിട്ടത്, ശൈത്താൻ കുഞ്ഞിനെ വിരിയിച്ചത്. ഇമാം ബുർഖാനി അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ച ഈ കാര്യം ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ റിയാദുസ് സ്വാലിഹീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ശൈത്താന്റെ ഒരു കേന്ദ്രം. ഭാഷ ചിലപ്പോൾ മോശമായിരിക്കും, മാർക്കറ്റിലെ ഭാഷ എന്നാണ് നമ്മൾ പറയാറുണ്ട്. എല്ലാ മാർക്കറ്റിലുള്ള എല്ലാവരും മോശമാണെന്ന് ഈ പറഞ്ഞതിനർത്ഥമല്ല. നബിമാരുടെ കൂടെ പരലോകത്തേക്ക് വരേണ്ടവരും മാർക്കറ്റിൽ, അവർക്ക് ഇതിൽ നിന്ന് ഇളവുണ്ട്. പൊതു സ്വഭാവമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റിന്റെ പൊതു സ്വഭാവം ശൈത്താന്റെ വിഹാര കേന്ദ്രമാണ്. അതുകൊണ്ട് ശൈത്താന്റെ സ്വഭാവങ്ങളുണ്ടാകും, ഹറാമുകളുണ്ടാകും, കൃത്യമായി വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ അവിടെ ഉണ്ടാകും, മോശമായ പരസ്യങ്ങളുണ്ടാകും, ആളുകളുടെ നാവിൽ നിന്ന് മോശമായ വാക്കുകൾ വരും. അതുകൊണ്ട് മാർക്കറ്റുകൾ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം പള്ളിയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല. അതുകൊണ്ട് മാർക്കറ്റിലെ ആവശ്യത്തിന് കച്ചവടക്കാർക്ക് പിന്നെ അവിടെ നിന്നല്ലേ പറ്റൂ, അതവരുടെ നിർബന്ധിത അവസ്ഥയാണ്. അതല്ലാത്തവർ മാർക്കറ്റിൽ നേരത്തെ പോയിട്ട് വളരെ വൈകി എല്ലാ അവസാനത്തെ നിരപ്പലകയും വീണ് ഷട്ടറും താഴ്ന്നതിന് ശേഷം മാത്രം പുറത്തു വരുന്നത് ഒരു നല്ല സ്വഭാവമല്ല. പള്ളിയിൽ നമ്മൾ നേരെ തിരിച്ച് അവസാനം വന്ന് ആദ്യം പോകും, മാർക്കറ്റിൽ ആദ്യം വന്ന് അവസാനം പോകും. ഈ രീതി ഈമാനിന്റെ ലക്ഷണമല്ല. കച്ചവടത്തിന്റെ അദബുകൾ പാലിക്കുന്ന കച്ചവടക്കാരായിരിക്കാനും മികച്ച
വിശ്വാസമുള്ള ഉപഭോക്താക്കളായിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസികും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാർക്കറ്റുകളിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സത്യസന്ധത. അൽ ഹൽഹു മുൻഫിഖത്തുൻ ലിസ്സൽഅ മുംഹിഖത്തുൻ ലിൽകസ്ബ്. കള്ളസത്യം ചെയ്ത് നമ്മൾ കച്ചവടം ഒരു ചരക്ക് വിറ്റഴിച്ചാൽ അവൻ്റെ സമ്പാദ്യത്തിൽ ബറക്കത്തുകൾ അത് മായ്ച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം വന്നിട്ടുണ്ട്. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, സലാസത്തുൻ, 3 കൂട്ടരുണ്ട്, ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംഭാഷണം നടത്തുകയില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ അല്ലാഹു അവരെ തിരിഞ്ഞു നോക്കുകയില്ല. ശരിക്കും അല്ലാഹുവിന്റെ നോട്ടം വേണ്ടത് ഖിയാമത്ത് നാളിലാണ്, അന്ന് അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു ശുദ്ധീകരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. 3 കൂട്ടരാണ്. ഖുൽതു, അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹൗലായി? ഖാബു വഖസിറു, അവർ നശിച്ചു, അവർ തുലഞ്ഞു. ആരാണവർ അല്ലാഹുവിന്റെ റസൂലേ എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. 3 തവണ നബി ഇത് ആവർത്തിച്ചു. അപ്പോഴൊക്കെ ഇത് ആരാണെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, അൽ മുസ്ബിൽ, വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിറക്കുന്നവൻ. വൽ മന്നാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹൈർ ചെയ്താൽ അത് നാട് നീളെ എടുത്തു പറയുന്നവൻ. 3-മത്തേത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ് ഔൽ ഫാജിർ, കളവായ അല്ലെങ്കിൽ മോശമായ സത്യം ചെയ്തുകൊണ്ട്, കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരു വസ്തു വിറ്റഴിക്കുന്നവൻ. അവനോട് റബ്ബ് സംസാരിക്കുകയില്ല, അവനിലേക്ക് റബ്ബ് നോക്കുകയില്ല, അവനെ അല്ലാഹു ശുദ്ധീകരിക്കുകയില്ല, അവന് ഏറ്റവും വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കുമെന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. മറ്റൊന്ന്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉണ്ടെന്ന് തോന്നും, തുലാസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ശരിയായ തൂക്കം ഉപഭോക്താവിന് പെട്ടെന്ന് മനസ്സിലാവില്ല. കച്ചവടക്കാരൻ അവനൊരു ശീലം കൊണ്ട് അവനറിയാം, എപ്പോഴും ഒരു 50 ഗ്രാം 100 ഗ്രാമൊക്കെ അവൻ്റെ ഭാഗത്തേക്ക് പിടിച്ചു വെക്കും. അങ്ങനെയല്ല വേണ്ടത്, തൂക്കുമ്പോൾ കുറച്ച് അധികമാണ് കൊടുക്കേണ്ടത്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അവർ പൂർണ്ണമായിട്ട് വാങ്ങും, കുറഞ്ഞു പോയാൽ ഇത് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയും കൂടി വാങ്ങും. വൈദാ കാലൂഹും അവ്വസനുഹും യഖ്സുറൂൻ, അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ, തൂക്കി കൊടുക്കുമ്പോൾ അവർ അളവിൽ കുറവ് വരുത്തി കളയും. ഇവർ നാളെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിന്റെ ആദ്യത്തെ ആയത്തുകളോട് പഠിപ്പിക്കുന്നത്. ഷുഐബ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, നീതിപൂർവകമായി അളവിലും തൂക്കത്തിലും നിങ്ങൾ പൂർണ്ണത കാണിക്കണം, പൂർണ്ണമായി അളന്നു കൊടുക്കണം. ഉപഭോക്താവിന്റെ നിങ്ങൾ പിടിച്ചു വെക്കരുത്. കുറച്ച് പിടിച്ചു വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാടുണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് വലിയൊരളവാകും. 1 മാസം കഴിയുമ്പം ഹറാമായ വലിയൊരു സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ടാവും. നാട്ടുകാർക്ക് കുറച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ കുറച്ചല്ലേ എന്നുള്ളത് സമാധാനമായിരിക്കും. പക്ഷെ അവസാനം അവൻ ഹറാമാണ് അവൻ്റെ വയറ്റിലും അവൻ്റെ കുടുംബത്തിൻ്റെ വയറ്റിലും പ്രവേശിപ്പിക്കുന്നത് ചിന്തിച്ചു കൊള്ളണം. ഇത് നമ്മുടെ മനസ്സിൽ വ്യക്തമായി മനസ്സിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരോടൊക്കെ എപ്പോഴും ചെന്ന് മാർക്കറ്റിൽ തന്നെ അവിടെ മാർക്കറ്റിലേക്ക് ചെന്നിട്ട് ആ തുലാസുകളൊക്കെ പിടിച്ചിട്ട് അദ്ദേഹം പറയും, ഇന്നക്കും ഖദ് വല്ലൈതും അംറൈനി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹലക്കത്ത് ഫിഹിമൽ ഉമമുസ് സാലിഫ, ആ 2 കാര്യങ്ങളും കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് പാലിക്കാൻ കഴിയാതെ അവർ തൊലഞ്ഞു പോയിട്ടുണ്ട്. ഖബലക്കും നിങ്ങളുടെ മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മുമ്പുള്ള സമുദായങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പേരിൽ അവർക്ക് നരകം വിലയ്ക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അൽ കൈൽ വൽ മീസാൻ, അളക്കുക, തൂക്കുക. അളവും തൂക്കവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാർക്കറ്റുകളിലേക്ക് ചെന്ന് ബോധവൽക്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. കസ്സബ അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലീൻ, അസ്ഹാബുൽ ഐക്കത്ത് എന്ന ജനത റസൂലുമാരെ കളവാക്കി, ഷുഐബ് അലൈഹിസ്സലാമിനെ കളവാക്കി. ഇദ് ഖാല ലഹും ഷുഐബുൻ അലാ തത്തഖൂൻ ഇന്നി ലക്കും റസൂലുൻ അമീൻ, നിങ്ങൾ എന്തുകൊണ്ട് തഖ്വ പാലിക്കുന്നില്ല എന്ന ആ വ്യാപാരികളോട് ഷുഐബ് അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ വിശ്വസ്തനായ റസൂലാണ്. ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എന്റെ പ്രതിഫലം റബ്ബിന്റെ അരികിൽ മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം അടുത്തതായി പറയുന്നത്, ഔഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ, നിങ്ങൾ അളവുകൾ പൂർത്തീകരിച്ച് തന്നെ കൊടുക്കണം, നിങ്ങൾ കുറവ് വരുത്തരുത്. ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ വ്യാപകമായ കൃത്രിമങ്ങളാണ് പലതരത്തിൽ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ അളവുകളിൽ നിങ്ങൾ തൂക്കി കൊടുക്കണം. വലാ തബ്ഖസുൻ നാസ അശിയാഅഹും വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ,
ജനങ്ങളുടെ സ്വത്തിൽ നിങ്ങൾ കുറവ് വരുത്തരുത്, അവരുടെ അവകാശങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്തരുത്, നിങ്ങൾ കുഴപ്പക്കാരായി ഭൂമിയോടെ വിഹരിക്കുകയും അരുത്. ഇത് പാലിക്കാത്തതിന്റെ പേരിൽ ഫകസ്സബൂഹു, അവരതൊക്കെ കളവാക്കി, ഷുഐബ് നബിയെ തള്ളി. ഫഅഖദഹും അദാബു യൗമിൽ, ഞാൻ നേരത്തെ പറഞ്ഞ യൗമുൽ എന്ന ശിക്ഷ ആ സമയത്ത് അവരെ പിടികൂടി. ഇന്നഹു കാന അദാബ യൗമിൻ അദീം, അത് അതീവ ഗുരുതരമായ ഗൗരവമേറിയ ഒരു നാളിന്റെ ശിക്ഷയാണ് എന്ന് സൂറ അശ്ശുഅറയിലെ 176 മുതൽ 191 വരെയുള്ള ആയത്തുകളിൽ ഈ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെയുള്ള ഉപദേശവും അവർ കാണിച്ച കൃത്രിമങ്ങളും അവർക്ക് വന്ന ശിക്ഷയുമെല്ലാം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരെ സമീപിച്ചിട്ട് പറയും, ഇത്തഖില്ല, അല്ലാഹനെ സൂക്ഷിക്കണം, വൗഫിൽ കൈൽ, അളവ് പൂർത്തിയാക്കണം, വൽ വസ്ന, തൂക്കം പൂർത്തിയാക്കണം, ബിൽ ഖിസ്തി, നീതിപൂർവകമായി, ഫഇന്നൽ മുത്തഫിഫീന യൗമൽ ഖിയാമ യൂഖഫൂന ഹത്താ ഇന്നൽ അറഖല യുൽജിമഹും ഇലാ അൻസാബി ആദാനിഹിം. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അളവിലും തൂക്കത്തിലും അനീതി കാണിക്കുന്നവർ, അവരെ സംബന്ധിച്ച് പരലോകത്ത് അവർ വിയർപ്പിൽ, ചെവി വരെ മുങ്ങുന്ന വിയർപ്പിലായിരിക്കുന്ന ആളെ പരലോകത്തേക്ക് അവരെ വലിച്ചയച്ചു കൊണ്ടുവരപ്പെടുക എന്ന് അദ്ദേഹം താക്കീത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നാടിനൊട്ടാകെ ശിക്ഷ വരാൻ കാരണമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് തൊബറാനി ധരിക്കുന്ന ഹദീസിൽ 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. പല സന്ദർഭങ്ങൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന്, വലാ തഫഫുൽ മിക്കിയാന ഇല്ലാ ഹബസാൻഹുമുൻ നബാത്ത്, നിങ്ങൾ അളവിൽ കൃത്രിമം കാണിച്ചാൽ നിങ്ങളുടെ ചെടികൾ ഉണങ്ങിപ്പോകും, കൃഷി കുറയും, കൃഷി ഇല്ലാതാകും. വാഹദു ബിസ്തിനി, നാട്ടിൽ വരൾച്ച പിടിപെടും. അള്ളാഹു ദുനിയാവിൽ വരൾച്ച തരാനുള്ള ഒരു കാരണം കച്ചവടത്തിൽ കാണിക്കുന്ന കൃത്രിമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി എന്ന റിപ്പോർട്ട് തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കച്ചവടത്തിൽ ലാഭങ്ങളിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. കൊള്ളലാഭം പ്രതീക്ഷിക്കാതെ മിതമായ ലാഭത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അതേപോലെ പരസ്പരമുള്ള കരാറുകൾ നമ്മൾ പാലിക്കണം, ഒരിക്കലും ചതി വെക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ നബിയും ഇങ്ങനെ മാർക്കറ്റുകൾ സന്ദർശിക്കാറുണ്ട്, കച്ചവടത്തിൽ കൃത്രിമുണ്ടെന്ന്. അത് അനുകരിച്ചിട്ടാണ് ഇബ്നു അബ്ബാസും ഇബ്നു ഉമറൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അവർ നോക്കും, കച്ചവടത്തിൽ പരിശോധന നടത്തും ഓരോ കച്ചവടക്കാരെയും. അപ്രകാരം നബിയും ഇടക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങും. നമുക്കറിയാം, മുഹാജിറുകൾ മിക്കവരും നല്ല കച്ചവടക്കാരായിരുന്നു. അൻസാറുകൾ കർഷകരും മുഹാജിറുകൾ കച്ചവടക്കാരുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങും. മറ അലാ സബറത്തി തആം, ഒരിക്കലൊരു ഭക്ഷണത്തിന്റെ കൂമ്പാരത്തിലേക്ക്, ഗോതമ്പ് ഇങ്ങനെ കൂമ്പാരമായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരാൾ അവിടേക്ക് ചെന്നു. ഫഅദ്ഖല യദഹു ഫീഹാ, ആ ഗോതമ്പിന്റെ കൂമ്പാരത്തിലേക്ക് നബി ഇങ്ങനെ കൈ താഴ്ത്തി നോക്കി. ആ സമയത്ത് ഫനാലത്ത് അസാബിയഹു ബലലൻ, അദ്ദേഹത്തിന്റെ വിരലുകളിൽ നനവ് ഉണ്ടായി. അപ്പൊ നബി ചോദിച്ചു, ഇത് നനഞ്ഞ ഗോതമ്പാണ്, അപ്പൊ തൂക്കം കൂടുമല്ലോ, ഇത് നനഞ്ഞ ഗോതമ്പാണോ എന്ന് ചോദിച്ചു. ഫഖാല, നബി ചോദിച്ചു, മാഹാദായ സാഹിബത്തആം, ഈ ഭക്ഷണം വിൽക്കുന്ന വ്യക്തി എന്തു പറ്റി, ഇതെന്താണ് നനവുണ്ടല്ലോ, അടിയിലൊക്കെ മുകളിൽ ഉണങ്ങിയത് വെച്ചിട്ട് അടിയിൽ നനഞ്ഞത് വെച്ചിരിക്കാം. ഖാല, അദ്ദേഹം പറഞ്ഞു, അസാബത്തു സമാഉ യാ റസൂലല്ലാഹ്, ഇന്നലെ മഴ പെയ്താണ്, അപ്പൊ നനഞ്ഞു പോയതാണ്. അപ്പൊ നബി ചോദിച്ചു, അഫലാ ജഅൽതഹു ഫൗഖത്തആം, എന്നാൽ മഴ കൊണ്ട നനഞ്ഞ ആ ഭാഗം നിനക്ക് വേറെ മുകളിൽ കാണും വിധം വെച്ചുകൂടെ, അത് നീ എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? കൈ യറാഹുന്നാസ്, ജനങ്ങൾ കാണാൻ തക്കവണ്ണം വെക്കണം. മൻ ഗശ ഫലൈസ മിന്നി, ചതി കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. നനഞ്ഞതാണ് എന്നത് കാണിക്കാതെ കച്ചവടം ചെയ്യുകയും ഉപഭോക്താവ് അറിയാതെ ആ നനഞ്ഞത് അതിലേക്ക് ഉൾപ്പെടുത്തി തൂക്കുകയും ചെയ്യുമ്പോൾ തൂക്കത്തിൽ വ്യത്യാസം വരും. അത് ചെയ്യുന്നത് കൃത്രിമമാണ് എന്ന് പരിചയപ്പെടുത്തി. അതേപോലെ മാർക്കറ്റുകളിൽ നല്ല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. മോശമായ വാക്കുകൾ പറയാൻ മാർക്കറ്റിൽ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. വ്യാപാരിക്കും അവകാശമില്ല, ഉപഭോക്താവിനും അവകാശമില്ല. മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം, നന്മ കൽപ്പിക്കണം. മാർക്കറ്റുകളിൽ എന്തെങ്കിലും അന്യായമായത് കണ്ടാൽ അതിനെ ചെറുക്കണം, തിന്മ വിരോധിക്കണം. ആ നിലവാരത്തിൽ. അതേപോലെ തന്നെ വലിയ ബഹളമുണ്ടാക്കുന്നത് ശരിയല്ല. അള്ളാഹു വലിയ ബഹളം മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഹദീസുണ്ട്, ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅലരിൻ ജവാലിൻ സഖാബിൻ ഫിൽ അസ്വാഖി ജീഫതൻ ബില്ലൈൽ ഹിമാറും ബിൻ നഹാർ എന്ന് കൃത്യമായിട്ട് ദുനിയാവ് മാത്രമറിയുന്ന, പരലോകത്തിനെ പറ്റി ചിന്തിക്കാത്ത ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പകല് കഴുതകളായിരിക്കും, രാത്രി ശവങ്ങളായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചൊരു വിഭാഗമുണ്ട്. ആരാണെന്നറിയാമോ? അള്ളാഹു അവരെ കോപിച്ചിരിക്കുന്നു. അവർ വലിയ പരുക്കൻ ശബ്ദമുണ്ടാക്കുന്നവരും വലിയ വായിൽ അങ്ങാടികളിൽ ബഹളം വെക്കുന്നവരുമാണ്. അങ്ങാടിയിൽ എന്ത് ബഹളവും വെക്കുക, എന്ത് തെറിയും പറയാമെന്നാണ് ആളുകളുടെ ധാരണ. അങ്ങാടികളിൽ വലിയ ബഹളം വെക്കരുത്, മിതമായി സംസാരിക്കണം, ആവശ്യത്തിന് വർത്തമാനം പറയണം. അങ്ങാടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. അങ്ങനെയുള്ള കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കുമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ
വിൽപ്പന നടത്തുമ്പോൾ വിശാല സ്വഭാവം ഉണ്ടാകണം. വഇദസ്തറ ഒരു വസ്തു വാങ്ങുമ്പോൾ നമുക്ക് വിശാലത ഉണ്ടാകണം. വഇദഖ്തല ഒരു തീരുമാനമെടുക്കുമ്പോഴും നമ്മൾ വിശാലത കാണിക്കണം. ആ നിലക്ക് വിശാലതയുള്ള, പുണ്യമുള്ള, തഖ്വയുള്ള, സത്യം പറയുന്ന വ്യാപാരികളായിരിക്കുക, മാന്യതയുള്ള ഉപഭോക്താക്കളായിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا